നമസ്കാരം നൻപ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ്. സിമ്പിൾ വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു എഗ് ബർഗർ. അതായത് അവിച്ച മുട്ടയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളെടുത്തിരിക്കുന്നത് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു സാലഡ് വെള്ളരിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീസ് ഒരു 3 പീസാണ് എടുത്തിട്ടുള്ളത്. 6 വേണ്ടിയിട്ട് ധാരാളമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചൈനീസ് ക്യാബേജിൻ്റെ ഒരു 2 ലീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ലെത്യോസിൻ്റെ ഒരു ഇലയാണ്. പിന്നെ പോയിട്ട് ശകല ഉപ്പും കുറച്ച് കുരുമുളകുമാണ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് വീഡിയോ പീസാണ്. ഇനി ഒരു ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചൈനീസ് ക്യാബേജ് ആണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു 6 പീസ് വേണം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്, ബോയിലായിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒന്ന് തണുപ്പിക്കാം. തണുപ്പിച്ച് നമ്മൾ സെറ്റാക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പെപ്പർ അതിൻ്റെ പുറത്ത് ശകലം വെച്ചായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മളൊരു സവാള പീസ് വയ്ക്കുന്നുണ്ട്, ഒരു ടൊമാറ്റോ പീസ് വയ്ക്കുന്നുണ്ട്, ഒരു ചൈനീസ് ക്യാബേജ് വെച്ചു. അതിൻ്റെ പുറത്ത് നമ്മൾ ചീസാണ് ഇനി വയ്ക്കാൻ പോകുന്നത്. സ്ലൈസ് ചീസാണ്. അടുത്ത് അതിൻ്റെ പുറത്ത് ഒരു എത്തിയസിൻ്റെ ഇല വെച്ചായിരുന്നു, ഒരു ക്യാരറ്റ് വെച്ചു, ഒരു കുക്കുംബർ. പിന്നെ പീസിലും നമ്മൾ കുറച്ച് അതേപോലെ പെപ്പർ ശകലം പുരട്ടിയാൽ നന്നായിരിക്കും. അത് നമ്മളെടുത്തിട്ടുള്ളത് കുറച്ച് മതി, ശകലം മതി. ക്ലോസ് ചെയ്യുക, സ്റ്റിക്ക് എടുക്കുക, അതിനങ്ങ് ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് 6 പീസാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികൾ ഉണ്ടാവും, അവർക്കൂടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.